ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നേ ദുബായിലുള്ള അമ്പലത്തിലേക്ക് പോവാന്ന് വെച്ചിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പയ്യെ അങ്ങോട്ട് ഇറങ്ങിയാലോ. അങ്ങനെ പയ്യെ നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ബസ് വരെ പോവാ, അത്രേ ഉള്ളൂ. ഇത് ദുബായ് ഇന്റർസിറ്റി ബസ്സാണേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 4 മണിയായി. പക്ഷെ അത് കഴിഞ്ഞ് ബസ് പിടിച്ച് ബസ്സിൽ കയറിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മുമ്പത്തെ പോലെ അല്ലല്ലോ, ഡിസംബർ ആയപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും, പെട്ടെന്ന് നേരം പോവുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. പണ്ട് ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും എവിടെയെങ്കിലും ദൂരൊക്കെ പോകുമ്പോൾ. അങ്ങനെ നമ്മൾ അൽഗുബൈബ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടോ. ഇതൊക്കെ നമ്മൾ അമ്പലത്തേക്ക് പോണ വഴിയാണ് കേട്ടോ. സത്യം പറഞ്ഞ രാത്രി ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോഴേക്കും ഫോൺ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നടപ്പായി. പിന്നെ ഇപ്പൊ ഡിസംബർ കൂടി ആയ കാരണം കൂടുതൽ ആൾക്കാരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് വന്നതും ഈ ദുബായിൽ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. വന്ന പാടെ തന്നെ ഞാൻ കുറെ ഫോട്ടോസ് എടുക്കാനായിട്ട് കുറെ അവിടെ നിൽക്കും, കുറെ ഇവിടെ നിൽക്കും, അങ്ങനെ കുറെ നേരം ഞാൻ അവിടെ ഇവിടെയായിട്ടൊക്കെ നിന്നേ. പിന്നെ നമ്മുടെ ഫോട്ടോസ് എടുത്ത് തരാനായിട്ട് ഇങ്ങനെ കുറെ പേര് നിൽക്കുന്നുണ്ടാവും. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോസ് ചെയ്ത് കുറച്ചു നേരം നിന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോ. കണ്ട ഇതുപോലെ കുറെ ബോട്ടുകളുണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ ഇവിടുത്തെ പരമ്പരാഗതമായ ബോട്ടുകളാണ്. അപ്പോഴേക്കും ഒരു ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നു, ഒരു ഫോട്ടോ എടുത്തേന്നും പറഞ്ഞിട്ട്. എന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ കുറെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട്. ഇതൊക്കെ റെസ്റ്റോറന്റ് ആണേ. അതിൻ്റെ ഇടയ്ക്ക് ജാനിക്കുട്ടി കൈ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് വല്ലപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇവിടെ എല്ലാവരുടെ കയ്യിലും പോവുകയും ചെയ്യും. ആരെങ്കിലും വാമോളെന്ന് വിളിച്ചാൽ അവരൊപ്പം പോവും. പിന്നെ നമ്മളായിട്ട് ഒരു മൈൻഡ് ഉണ്ടാവില്ല. അങ്ങനെ അബ്ര കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അബ്രയിൽ പോവാന്ന്. കയറിയപ്പോഴേക്കും നമുക്ക് സീറ്റ് കിട്ടി. അവര് ഇത്ര പേര് വെച്ച് അവര് കേട്ടുള്ളൂ. കണ്ടോ നല്ല രസം അതിലിങ്ങനെ പോവാനായിട്ട്. നമ്മളിങ്ങനെ ചങ്ങാടത്തിലും വഞ്ചിലൊക്കെ പോവില്ലേ, അതുപോലെ തോന്നും. കണ്ടോ പെട്ടെന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തി. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് കഴിഞ്ഞല്ലോ ഒന്ന്. അത് കഴിഞ്ഞ് പയ്യെ നമ്മളിതേ അപ്പുറത്തെ സൈഡിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ ഓൾഡ് ബലാദിയ സ്ട്രീറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ ദുബായ്. കണ്ടോ കുറെ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. സ്പൈസസ്, അത്തറുകള്, ടർക്കിഷിന്റെ ലൈറ്റുകള്, ഡ്രസ്സസ്, ബാഗ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ കണ്ടായിരുന്നേ. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, കാണാൻ പൈസ ഉള്ളണ്ടല്ലോ എന്നുള്ള രീതിയിൽ കണ്ടു പോന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്, നല്ല കളർഫുൾ അല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ ദുബായിക്ക് തന്നെ ക്രോസ് ചെയ്തു. അവിടെയാണല്ലോ നമ്മുടെ അമ്പലം. പണ്ട് ഇവിടെ ശിവന്റെ അമ്പലം ഉണ്ടായിരുന്നു, കൃഷ്ണന്റെ അമ്പലം ഉണ്ടായിരുന്നു. ഇപ്പൊ ശിവന്റെ അമ്പലം ഇല്ല, കൃഷ്ണന്റെ മാത്രം അമ്പലമുള്ളൂ. ഇനി നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് പയ്യെ നടന്നിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. ഇതാണ് നമ്മുടെ അമ്പലത്തിലേക്ക് പോണ വഴി. അങ്ങനെ പോണ വഴി തന്നെ സൈഡിലൊരു ചായക്കടയുണ്ട്. അത് 50-60 വർഷം പഴക്കമുള്ളൊരു ചായക്കടയാന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചൊക്കെ തന്നിട്ടോ. പക്ഷെ അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു അവിടെ. ഇതൊക്കെ നമ്മുടെ അമ്പലത്തേക്ക് പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. കണ്ടോ കുറെ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ കുറെ ഇടുങ്ങിയ സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ പോവാനായിട്ട്. നല്ല രസാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ജാനിയെ ഇട്ട് ഇങ്ങനെ കുറെ നേരം കറക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തറയി ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ദേവിയുടെ കുറെ വിഗ്രഹങ്ങളും പിന്നെ കൃഷ്ണന്റെയും പിന്നെ കുറെ ചെടികള്, ചന്ദനത്തിരികള്, അങ്ങനെയൊക്കെ നല്ല നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ അമ്പലം വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുമ്പ് ഇവിടെ ശിവന്റെ അമ്പലം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല, കൃഷ്ണന്റെ അമ്പലമാണ് കേട്ടത്.
ഇവിടെ അധികം ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ പേടിച്ചിട്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല. അപ്പോഴേക്കും ജാനി ഏതോ ഒരു ചേട്ടൻ്റെ കയ്യിലൊക്കെ പോയി. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അമ്പലത്തിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് ഒരു കോഴിക്കുഞ്ഞിനെ ജാനിക്ക് വാങ്ങിച്ചു കൊടുത്തു, ജസ്റ്റ് കളിക്കാനായിട്ട്. പുള്ളിക്കാരി അതപ്പം തന്നെ ഓൺ ചെയ്ത് കളിയും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ കുറെ നേരം ഇങ്ങനെ നിന്നു. ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ ഇതിന്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രസരാത്രി. അങ്ങനെ കുറെ കഴിഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ മസാല ദോശ നിർബന്ധമാണല്ലോ. ആ വഴിക്ക് നമ്മൾ അവിടുത്തെ ശരവണ ഭവനിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ എത്തിയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് അപ്പം വിശക്കും. അതിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മളൊക്കെ പിന്നെ തിന്നാനല്ലേ ജീവിക്കുന്നത്. അതാ. പക്ഷെ എന്ത് കഴിച്ചാലും ശരീരത്തിൽ അത് കാണൂല കേട്ടോ, അത് വേറെ കാര്യം. അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഫുഡൊക്കെ പയ്യെ കഴിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബർദുബായിയുടെ യാത്രയൊക്കെ പറഞ്ഞത് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് 2 മിനിറ്റ് നടന്നാൽ ബസ് സ്റ്റോപ്പായി. പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ബസ് കിട്ടിയായിരുന്നു. ഇതാണ് നമ്മുടെ ബസ്. കണ്ടോ, വേഗം ഇരുട്ടായി. എനിക്ക് തോന്നുന്നു ഒരു 10 മണി 10:30 ഒക്കെ ആയി നമ്മൾ തിരിച്ച് റൂമിലെത്താറായപ്പോൾ. അങ്ങനെ നമ്മൾ റൂമിലെത്തി, നമ്മുടെ ഫ്ലാറ്റ് എത്തി. ഓക്കെ, ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.